ലൈവില് സിജോയും ജിൻഡോയും ഇരുന്ന് ഗെയിം പ്ലാനുകൾ ചർച്ച ചെയ്യാണ്. പവർ റൂമിനെ കുറിച്ചാണ് മെയിൻ ആയിട്ടുള്ള ചർച്ച. പവർ റൂം ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് അൻസിബയാണെന്നാണ് സിജോ പറയുന്നത്. അത് ശരിവെക്കുന്നുണ്ട് ജിൻഡോ. പവർ റൂം ഇപ്പോൾ ഫുൾ കൺട്രോളിൽ നിൽക്കുന്നത് അൻസിബയുടെയാണ്. അവിടെ അൻസിബ ഇതുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു മത്സരാർത്ഥിയായിരുന്നു പവർ റൂമുമായിട്ട്. പവർ റൂമിന് വേണ്ടി മത്സരിച്ച 4 പേരാണ് അവര്. പക്ഷേ അവരിൽ മത്സരിക്കാതെ ഒന്നും ചെയ്യാതെ അവിടേക്ക് കയറി വന്ന്, പക്ഷെ കയറി വന്നതിന് ശേഷം ഇപ്പോൾ പവർ റൂമിന്റെ ഫുൾ കൺട്രോൾ നിയന്ത്രിക്കുന്നത് അൻസിബയാണെന്നാണ് പറയുന്നത്. കൂടാതെ അൻസിബ വീക്കെൻഡ് എപ്പിസോഡിലെല്ലാം തന്നെ ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല, എന്നെ പുറത്തേക്ക് വിടൂ എന്ന്. പക്ഷെ എന്നിട്ടും ഓരോ ആഴ്ചയും അൻസിബ സേവ് ആവുന്ന സമയത്ത് അൻസിബയ്ക്കും പുറത്തുള്ളവർക്കും തോന്നുന്ന കാര്യം, അതായത് ഹൗസിനുള്ളിലുള്ളവർക്കും തോന്നുന്ന കാര്യം, അൻസിബ ഈ വീട്ടിലെ വലിയൊരു സംഭവമാണ്, പ്രേക്ഷകർക്ക് അത്രയും ഇഷ്ടമാണ്, പ്രേക്ഷകർ അൻസിബയുടെ അത്രയും ഇഷ്ടത്തോടു കൂടി പിടിച്ചു നിർത്തിയിരിക്കുകയാണ് എന്നൊരു തോന്നലാണ് അവർക്കെല്ലാവർക്കും വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അൻസിബ പറയുന്നതാണ് ഇപ്പോൾ അവരുടെ അവസാന വാക്ക് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സിജോയും ജിൻഡോയും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. പവർ റൂമിന്റെ പ്ലാൻ എന്ന് പറയുന്നത് 2 ആഴ്ച അടുപ്പിച്ചെങ്കിലും പവർ റൂമിൽ ഇരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ശ്രീരേഖേച്ചി, ശരണ്യ, നന്ദന ഇവർ 3 പേരും ഈ 2 ആഴ്ച കൊണ്ട് പുറത്തേക്ക് പോകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം മാത്രം അവർക്ക് പവർ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി, അതാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പവർ റൂമിനെ അടിച്ച് താഴെ ഇടണം എന്നുള്ളതാണ് ജിൻഡോയുടെ ആവശ്യം. പവർ റൂമിനെ തോൽപ്പിക്കാനായിട്ട് കൂടെ നിൽക്കണമെന്ന് സിജോയുടെ അടുത്ത് പറയുന്നുണ്ട്. അവിടെ ഫിസിക്കലി ആയിട്ടുള്ള ഒരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ സായിക്ക് അവിടെ വയ്യാത്തത് കൊണ്ട് അവരുടെ ടീം ഇത്തിരി ലോ ആയിട്ട് നിൽക്കും. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ പവർ റൂം ചൂസ് ചെയ്യുന്നത് അവരുടെ ടണൽ ടീമിനെ ആയിരിക്കും. അങ്ങനെ വരാനായിട്ട് പാടില്ല, ഞങ്ങളെ സെലക്ട് ചെയ്യണം. ഞാനും അർജുനും ഉള്ളത് കൊണ്ട് ഞങ്ങളെ അവരെ അങ്ങോട്ടേക്ക് വരുത്താനുള്ള ചാൻസ് കുറവാണ് ഒരു ഫിസിക്കൽ ടാസ്ക് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ജയിച്ച് കയറണം, പവർ റൂമിലേക്ക് കയറണം എന്നുള്ളതാണ് ജിൻഡോയുടെ ആവശ്യം. അതിനെന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാമെന്ന് സിജോ പറയുന്നുണ്ട്. സിജോയെയും ജാസ്മിനെയും ബാത്റൂം ഏരിയയിൽ അവിടെ തളച്ചിടാനും അതുപോലെ തന്നെ ജിൻഡോയുടെ ടീമിനെ കിച്ചൺ ഏരിയയിൽ തളച്ചിടാനും ആണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സ്ക്രീൻ സ്പേസ് അവിടെ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് കിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിംഗ് ആണ് അവർ നടത്തിക്കൊണ്ട് നമ്മളെ അവിടേക്ക് ഒതുക്കിയിരിക്കുന്നത് എന്നാണ് സിജോയുടെ അഭിപ്രായം. ജിൻഡോയും അത് ശരിവെക്കുന്നു. ശരിയാണ്. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട്, അത് നോക്കിയിട്ട് കാര്യമില്ല, ഗസ്റ്റിനെ നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗസ്റ്റ് എന്തായാലും നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കും, നമ്മളായിട്ട് സംസാരിച്ചിരിക്കും, നമ്മളും കിട്ടുന്ന ചാൻസ് ഒന്നും തന്നെ നമ്മളും കളയില്ല. മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് നമ്മൾ അവിടെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കിയിരിക്കും. കിട്ടുന്ന അവസരത്തിൽ പവർ റൂമിനെയും കയറി അടിച്ചിരിക്കും എന്നാണ് ജിൻഡോ പറയുന്നത്. എന്തായാലും ഗംഭീര ഗെയിം പ്ലാനുകളാണ് സിജോയും അതുപോലെ ജിൻഡോയും അവിടെ ഇരുന്നുകൊണ്ട് ലൈവിൽ ഇരുന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.